ദേവു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്രഷ് കട്ടറിന്റെ ഫീച്ചേഴ്സ് അതിന്റെ കുറച്ച് അറ്റാച്ച്മെന്റ്സ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറച്ച് അറ്റാച്ച്മെന്റ്സ് ബാക്കിയില്ലേ? അതിപ്പോ പറയണ്ടേ? നമുക്കിനി 6 അറ്റാച്ച്മെന്റ് പറയാനുണ്ട്. നമുക്ക് നോക്കാം. സാധാരണയായിട്ട് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ബ്രഷ് കട്ടർ വന്നിട്ട് വെറുതെ പുല്ല് വെട്ടിക്കളയാൻ മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിത് വന്നിട്ട് ഈ എന്താ പറയുക, നമ്മുടെ മണ്ണിളക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ തടമെടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബ്ലേഡ് വരുന്നുണ്ട്, ക്രോസ് ബ്ലേഡ് വരുന്നുണ്ട്, അതുപോലെ ജെ ടൈപ്പ് ബ്ലേഡ് വരുന്നുണ്ട്. ഡയറക്റ്റ് ബ്ലേഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് പുല്ലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ വന്ന് കള പറിക്കാൻ അതുപോലെ മണ്ണിളക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ ക്രോസ് ബ്ലേഡ് നോക്കുകയാണെങ്കിൽ അത് എന്നിട്ട് അതിൻ്റെ ബ്ലേഡ് ഉണ്ട് ഇങ്ങനെ 2 സൈഡും ക്രോസ് ആയിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് വന്നിട്ട് അത് 2 സൈഡിലോട്ട് മാറ്റി ഇടുകയും ചെയ്യും. അടുത്ത് ഇതാണ് നമ്മുടെ ജെ ടൈപ്പ് ബ്ലേഡ്. ജെ ടൈപ്പ് ബ്ലേഡ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ആഴത്തിലൊക്കെ മണ്ണ് എടുക്കണമെങ്കിൽ നമുക്ക് ജെ ടൈപ്പ് ബ്ലേഡ് യൂസ് ചെയ്യാം. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതുണ്ട് ഈ ചെയിൻസോയാണ്. ഈ ചെയിൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ട് ഇപ്പം ഈ ചെറിയ ചെറിയ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഈ അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ ഗ്രാസ് ട്രിമ്മർ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ മതിലിലൊക്കെ ഈ വള്ളിച്ചെടികളൊക്കെ ചുമ്മാ പടർന്ന് പിടിച്ച് നിങ്ങൾക്കൊരു ശല്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്രാസ് ട്രിമ്മർ യൂസ് ചെയ്ത് ഒന്ന് വെട്ടി നിർത്താനൊക്കെ പറ്റും. ഇപ്പം നിങ്ങളുടെ കുളങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്ടർ പമ്പ് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് ആ വെള്ളം കുറച്ചൊന്ന് പറ്റിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ആ വെള്ളം യൂസ് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾക്ക് ഇനി കൂടുതൽ ഈ ബ്രഷ് കട്ടറിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ കമൻറ്റ്സിനനുസരിച്ച് നമ്മൾ ഇനി വീഡിയോസ് വേണമെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും.